നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. അനേകജന്മസംപ്രാപ്ത കർമ്മേന്ധനവിദാഹിനെ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. നമുക്ക് കലിയുഗവരതനായ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. ഓം നമോ ശ്രീ ഭൂതനാഥ സർവമംഗളപ്രഭോ നിത്യബ്രഹ്മദേവദേവ അയ്യപ്പ നമോസ്തുതേ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കായി ഈശ്വരനാമം ജപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ശ്രേഷ്ഠതയും പറ്റിയാണ് ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. കവി എന്തു പറയുന്നുവെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ടീ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. ഇവിടെ ജന്മങ്ങളെയും ജന്മാന്തരങ്ങളെയും പറ്റിയാണ് കവി പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അജം ചത്ത് ഗജമായി പിറക്കുന്നു, നാരിചത്തൻ ഉടനോരിയായി പോകുന്നതെല്ലാം ജന്മാന്തരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ കവി വർണ്ണിക്കുകയാണ്. എത്രയോ ജന്മങ്ങളിൽ കഷ്ടത അനുഭവിച്ചിട്ടാണ് നാം സുഹൃതത്തിൻ്റെ ഫലമായി മനുഷ്യനായി ഇവിടെ വന്ന് പിറന്നത്. അതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ മലത്തിലെ കൃമികളായും ജലജീവികളായും മണ്ണിലെ കൃമികീടങ്ങളായും വൃക്ഷലതാദികളായും ഇഴജന്തുക്കളായും മൃഗങ്ങളായും പശുക്കളായും ഒക്കെ ജനിച്ചിരുന്നു. ജനിച്ച് നശിച്ചതിന് ശേഷം വളരെ പണിപ്പെട്ടാണ് നമുക്ക് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി ജനിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ഒരു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാവങ്ങളിൽ ജനിച്ചു, ആ ജന്മാന്തരങ്ങൾ ജനനത്തിൻ്റെ അവസ്ഥാന്തരങ്ങളൊക്കെ കവി സൂചിപ്പിക്കുകയാണ്. അത് മുൻവരികളിൽ കവി തന്നെ വൈവിധ്യമാർന്ന ജന്മങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സർവേശ്വരൻ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ സന്തോഷപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മുൻ പറഞ്ഞതുപോലെ വൃശ്ചിക 1 മണ്ഡലകാല ആരംഭം. അയ്യപ്പസ്വാമി ഒന്നുകൂടെ സ്തുതിക്കാം. ഓം ഹരിഹരപുത്രായ ശ്രീമണികണ്ഠ കലിദോഷനാശന ദേവാ നമോസ്തുതേ. ശുഭസുദിനം.